ഹലോടെ മക്കളെ, ഹായ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. എല്ലാ കൂട്ടുകാർക്കും എഡ്യൂപോഡിലോട്ട് സ്വാഗതം. നോക്ക്, നമ്മൾ 8ാം ക്ലാസ്സിലെ നമ്മുടെ കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ജലം അല്ലെങ്കിൽ വാട്ടർ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാൻ. സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് VVIP ചോദ്യം എന്നൊക്കെ പറയാം. VIP തന്നെയാണ്, സ്റ്റാർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് മൃദുജലം, എന്താണ് കഠിനജലം, വാട്ട് ഈസ് ഹാർഡ് വാട്ടർ ആൻഡ് വാട്ട് ഈസ് സോഫ്റ്റ് വാട്ടർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താണ് സോഫ്റ്റ് വാട്ടർ, എന്താണ് മൃദുജലം, എന്താണ് ഹാർഡ് വാട്ടർ, എന്താണ് കഠിനജലം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പവുമാണ് പഠിക്കാൻ. നിങ്ങൾ ജലം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? എന്താണ് ജലം കഠിനമാണോ, ജലം മൃദുവാണോ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ടോ? എന്നാൽ പറയാറുണ്ട്. ഇവിടെ നോക്കാം, ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ പ്രകൃതിയുടെ ഉള്ളിൽ മഴ പെയ്യുകയാണ്. ഓക്കെ, ഒരു ചെറിയ കഥ പറയാൻ വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മഴ പെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഫോം ചെയ്യാറില്ലേ? അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ, മരങ്ങളുടെ ഇടയിലൂടെ, കല്ലുകളുടെ ഇടയിലൂടെ, പുല്ലുകളുടെ ഇടയിലൂടെ അങ്ങനെ 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 ജലം പുറത്തോട്ട് വരികയാണ്. ഓക്കെ, അങ്ങനെ ജലം പുറത്തോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജലത്തിൻ്റെ കൂടെ എങ്ങനെ ഏതായാലും വരികയല്ലേ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ജലത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യും, കൂടിച്ചേരും. സ്വാഭാവികമല്ലേ? എന്താണ്, ജലത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വരും അല്ലേ? ആ ജലവുമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, മിക്സ് ആവുന്നു. ആളുകൾ ആരാന്ന് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല, അത് സർപ്രൈസ് ആണ്. അപ്പൊ നോക്കുക, യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക, എന്താണ് സോഫ്റ്റ് വാട്ടറും എന്താണ് ഹാർഡ് വാട്ടറും. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞു പരീക്ഷണം നൽകിയിട്ടുണ്ട്. എന്താ പരീക്ഷണം? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. എന്താണ്? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ഈ 3 ടെസ്റ്റ് ട്യൂബുകൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ കാൽഷ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റോ അല്ലെങ്കിൽ ക്ലോറൈഡോ അല്ലെങ്കിൽ സൾഫേറ്റോ. ഓക്കെ, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ മാഗ്നീഷ്യം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ക്ലോറൈഡ്, മാഗ്നീഷ്യം സൾഫേറ്റ്. ഈ 3 ആളുകളെ എടുക്കുകയാണ്. ഓക്കെ, കണ്ടെയ്നിങ് വാട്ടർ ഇൻ വിച്ച് ദ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് ഓഫ് കാൽഷ്യം ഓർ മാഗ്നീഷ്യം ഈസ് ഡിസോൾവ്ഡ്. ഓക്കെ, സെറ്റായിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എടുത്ത് വെച്ചാൽ മതിയാണ്. ഇനി അടുത്ത് മറ്റൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ശുദ്ധമായ ജലം, മഴവെള്ളമാണോ ഉത്തമം? എന്താ, മഴവെള്ളമാണോ കെങ്കേമം? എന്താ, മഴവെള്ളം അത്രയും പ്യുവർ വാട്ടറാടാ അല്ലെ, അതിലും നല്ല വാട്ടർ നിങ്ങൾക്ക് കിട്ടൂല. അടിപൊളിയായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല കിടിലനായിട്ട് ലഭിക്കുന്ന വാട്ടറാണ് മഴവെള്ളം. ശുദ്ധമായ ജലം എടുക്കുക. ഓക്കെ, റെയിൻ വാട്ടർ ഓർ ടേക്ക് പ്യുവർ വാട്ടർ. ദെൻ അതേപോലെ ഓർത്തേക്ക് എന്താണ്, യെസ്, എന്നതിന് ശേഷം അപ്പോൾ ഡിസ്റ്റിൽ വാട്ടർ എടുക്കാട്ടോ, അതൊന്നും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി എല്ലാ ടെസ്റ്റ് ട്യൂബുകളിലും തുല്യ വലുപ്പമുള്ള സോപ്പ് കഷ്ണങ്ങൾ ചേർക്കുക. ഓക്കെ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈക്വൽ ആണ് കേട്ടോ. ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിൽ എന്ത് ചെയ്യുന്നു, സോപ്പിൻ്റെ കഷ്ണം ആഡ് ചെയ്യുകയാണ്. ഇനി നോക്കുക, ഈ 3 ടെസ്റ്റ് ട്യൂബുകൾ എന്ത് ചെയ്യുക, നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് 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 നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക. ഒരു ചോദ്യമുണ്ട്, ഷെയ്ക്ക് ദ ടെസ്റ്റ് ട്യൂബ് വെൽ. In which of this test tube see more lather? എന്താ more lather എന്നാൽ ഏതിലാണ് സോപ്പ് നല്ലോണം ലയിച്ച് ചേർന്നിട്ട് ഏതിലായിരിക്കും സ്വാഭാവികമായിട്ടും പത ഉണ്ടാവുക? ചോദ്യമാണ് കേട്ടോ. ലായനികളിൽ സോപ്പ് നന്നായി പതയാത്തതിന് കാരണം എന്താണ്? ഓക്കെ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ബൈകാർബണേറ്റോ അല്ലെങ്കിൽ സൾഫേറ്റോ ക്ലോറൈഡോ ആഡ് ചെയ്തതിൽ സോപ്പ് നന്നായിട്ട് പതയില്ല. ഇനി മറ്റൊരു കാര്യം ഓർത്ത് വയ്ക്കുക, ഈ ശുദ്ധജലത്തിലാണെങ്കിൽ സോപ്പ് നല്ല രീതിയിൽ പതയും. ഓക്കെ, ഓർത്തൊക്കെ എന്താണ്, സോപ്പ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, പതയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുക ഇനി പറയുന്ന കാര്യം. The water in which soap does not make lather easily is called hard water. അതായത് സോപ്പ് നന്നായി പതയാത്തതിനെ കഠിനജലം എന്ന് പറയുന്നു. ഓക്കെ, which does not make lather easily is called hard water. കഠിനജലം. പതയാത്തതിന് കാരണം എന്താണ്, ഞാൻ പതയില്ല. ഓക്കെ, പതയില്ല. മുഖത്തേക്ക് നോക്കിയേ, നല്ല കഠിനല്ലേ അല്ലേ, നല്ല കഠിനല്ലേ മുഖത്തോട്ട്, ഹാർഡായിട്ടല്ലേ നിൽക്കുന്നത്. എന്താ, ഞാൻ പതയൂല, അതിനെ ഹാർഡ് വാട്ടർ എന്ന് പറയും, കഠിനജലം എന്ന് പറയുന്നു. ഇനി ചില ആളുകളുണ്ട്, സോഫ്റ്റ് ആണ്, ഇന്നെ പോലെ നല്ല മൃദുവാണ്. കാരണം എന്താ, സോപ്പ് ഇട്ട് അങ്ങ് പതഞ്ഞ് 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 അങ്ങ് പൊന്തും. ഓക്കെ, അപ്പൊ നോക്കുക, yes, water in which soap gives lather readily is called soft water. എന്താ, yes,
നന്നായി സോപ്പ് പതയുന്ന ജലത്തെ മൃദുജലം എന്ന് വിളിക്കുന്നു. നല്ലോണം പതപ്പിക്കാറില്ലേ നിങ്ങൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഉപ്പാനും ഉമ്മാനൊക്കെ നല്ലോണം പതപ്പിക്കാറില്ലേ? സോഫ്റ്റ് ആയിട്ട് നമ്മൾ അല്ലേ എന്താ അങ്ങനെ നല്ല രീതിയിൽ പതയുന്നതിനെയാണ് മൃദുജലം എന്ന് പറയുക. ഇനി കഠിന ജലത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, it is due to the presence of salts of calcium and magnesium. മാഗ്നീഷ്യത്തിൻ്റെ കാൽഷ്യംസോ അല്ലെങ്കിൽ സോൾട്ടോ നേരത്തെ പറഞ്ഞ ആളുകളാണെന്ത് ഈ ഒരു കാഠിന്യത്തിന് കാരണം, ഈ ഒരു ഹാർഡ്നെസ്സിന് കാരണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോ. ഇനി നോക്കാം, യെസ്, ഒന്ന് ഹാർഡ് വാട്ടർ ആണ്, ഒന്ന് സോഫ്റ്റ് വാട്ടർ ആണ്. എന്താ നല്ലോണം പതയുന്നത് സോഫ്റ്റ് വാട്ടറിലായിരിക്കും, തീരെ പതയാത്തതായിരിക്കും ഹാർഡ് വാട്ടറിലായിരിക്കും. പഠിച്ചു വെച്ചോ, സെറ്റായിട്ട് പഠിച്ചു വെച്ചോ. ഇനി നോക്കാം, യെസ്, സോപ്പ് നന്നായി പതയാത്ത ലായനികൾ തിളപ്പിച്ച ശേഷം പരീക്ഷണം ആവർത്തിക്കുക. എന്താണ് നമ്മൾ കാണുന്നത്? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? തിളപ്പിക്കുക. ഈ കാഠിന്യമുള്ള കേട്ടോ സോപ്പ് നന്നായി പതയാത്ത ലായനികൾ, അതായത് എന്താണ്? ഹാർഡ് വാട്ടർ. ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടെയ്നിങ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇസ് റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ഡ്യൂറിങ് ബോയിലിംഗ് എന്താ തിളപ്പിക്കുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് തിളപ്പിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? കാഠിന്യം പോയി. അതിനർത്ഥം എന്താണ്? ആ കാഠിന്യം കുറേ നേരത്തേക്കൊന്നുമില്ല. ഓർത്തു വയ്ക്കുക, കാഠിന്യമുള്ള വാട്ടേഴ്സ് എന്ത് ചെയ്തു? ജലം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ചൂടാക്കിയ സമയത്ത്, ഇത് സിമ്പിളായിട്ട് പറയാം, ചൂടാക്കിയ സമയത്ത് എന്ത് ചെയ്തു? ചിലതിൻ്റെ കാഠിന്യം എന്ത് ചെയ്തു? പോയി. ഹാർഡ്നെസ് എന്ത് ചെയ്തു? പോയി. ചിലത് അപ്പോഴും ചൂടാക്കിയാലും ഞാൻ ഹാർഡ്നെസ് ആയിട്ട് നിൽക്കുള്ളൂ, ഹാർഡായിട്ട് നിൽക്കുള്ളൂ, കഠിനമായിട്ട് നിൽക്കുള്ളൂ പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് ഓർത്ത് വയ്ക്കുക. ഇനി എന്താ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക? ബൈകാർബണേറ്റ് കലർന്ന ജലത്തിന്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറി. ബൈകാർബണേറ്റ് ഓർത്തേക്ക് എന്താണ്? ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം എന്ത് ചെയ്തു? തിളപ്പിച്ചപ്പോൾ മാറി. ആ ഒരു കാഠിന്യത്തെയാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയാം. എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? അല്ലെങ്കിൽ എന്താ? യെസ്, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം. ഇനി മറ്റേ കൂട്ടരുണ്ടല്ലോ, മറ്റേ കൂട്ടർ ആരാണ്? യെസ്, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണ്? അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം മാഗ്നീഷ്യം ബൈകാർബണേറ്റുകളാണ്. എന്നാൽ കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും എന്ത് ചെയ്തു? ജലത്തിൽ എന്ത് ചെയ്തു? ലയിപ്പിച്ച് തിളപ്പിച്ച സമയത്ത് എന്ത് ചെയ്തില്ല? പോയിട്ടേ ഇല്ല. ആ ഹാർഡ്നെസ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ആ ഹാർഡ്നെസ് പോവില്ല. ഓക്കെ, കൃത്യമായിട്ട് പറയാം. അതിനെന്ത് പറയാം നമുക്ക്? സ്ഥിര കാഠിന്യം, പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയാം. സിമ്പിളായിട്ട് കുഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ. അതായത് ഹാർഡ്നെസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പെർമനന്റ് ഹാർഡ്നെസ്, സ്ഥിര കാഠിന്യം. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, താൽക്കാലിക കാഠിന്യം. അതായത് നമ്മൾ ചില ബൈകാർബണേറ്റോ ക്ലോറൈഡോ സൾഫേറ്റോ ഒക്കെ എന്ത് ചെയ്തു? ജലത്തിൽ ലയിപ്പിച്ചു. അങ്ങനെയാണ് അവർക്ക് ആ ഹാർഡ്നെസ് കിട്ടിയത്. എന്താ ഹാർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു കാഠിന്യം അവർക്ക് ലഭിച്ചത്. ഇത് ഓക്കെ ആണോ? ഇനി ചിലത് ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ ഹാർഡ്നെസ് പോയി, കാഠിന്യം പോയി. ചൂടാക്കിയപ്പോൾ ഹാർഡ്നെസ് പോയി, കാഠിന്യം പോയി. എന്താ അർത്ഥം? അത് താൽക്കാലികമായ കാഠിന്യമാണ്, സ്ഥിരമായിട്ട് നിൽക്കൂല. ഇനി ചിലത് ചൂടാക്കിയ സമയത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ഹാർഡ്നെസ് പോയിട്ടേ ഇല്ല. ഓക്കെ, അത് സ്ഥിരമാണ്, പെർമനന്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് പെർമനന്റ് ഹാർഡ്നെസ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാ അറിയോ? ഇനി ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റോ ബൈകാർബണേറ്റോ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ജലത്തിൽ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റോ കാർബണേറ്റോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂടാക്കിയാൽ തിളപ്പിച്ചാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഹാർഡ്നെസ് പോകും. ഇനി മറ്റേ കൂട്ടരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആള് അല്ലേ, കുറച്ചൊരു കാഠിന്യമുള്ള ഹാർഡ്നെസ് ഉള്ള ആളുകൾ. എന്താണ്? യെസ്, കാൽഷ്യത്തിൻ്റെയോ മാഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റോ ക്ലോറൈഡോ എന്ത് ചെയ്യില്ല? ഒരിക്കലും പോകില്ല എന്നെന്താ? ചൂടാക്കിയാൽ പോകില്ല. പക്ഷെ ചില കെമിക്കൽസ് യൂസ് ചെയ്ത് എന്താ ചെയ്യും? അത് പോവുകയും ചെയ്യും. ഓക്കെ, എന്താണ്? ചില കെമിക്കൽസ് യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? അത് പോവും. അത് സ്ഥിരമായ കാഠിന്യമാണ്, ഓർത്ത് വയ്ക്കാം. അപ്പൊ മക്കളെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രണ്ട് തരം കാഠിന്യമുള്ളത് അത് നമ്മൾ പറഞ്ഞു, ടെമ്പററി, പെർമനന്റ്. അതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു? യെസ്, മൃദുജലം എന്താണ്? സോഫ്റ്റ് വാട്ടർ എന്താണ്? അല്ലെ, സോഫ്റ്റ് വാട്ടർ എന്താണ്? അതേപോലെ കഠിന ജലം എന്താണ്? ഹാർഡ് വാട്ടർ എന്താ പറഞ്ഞു അല്ലേ? ഇത്രയേ ഉള്ളൂ. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൃത്യമായിട്ട് ഒരു സോപ്പിൻ്റെ പതട്ട് നല്ല രീതിയിൽ കുലുക്കുകയാണെങ്കിൽ, ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പതയുന്നുണ്ട്, നല്ല രീതിയിൽ ലാദർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണെന്ത്, സോഫ്റ്റ് വാട്ടർ. ഓക്കെ, മൃദുജലം എന്ന് പറയും. ഇനി ഇത് ഞാൻ നല്ല രീതിയിൽ കുലുക്കി, എന്താണ്, നല്ല രീതിയിൽ കുലുക്കി, പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല, പതയുന്നില്ല. ഓക്കെ, പതയുന്നില്ല. അപ്പോൾ ഈ പതയുന്നില്ല എന്ന് പറയാൻ, പതയാത്തതിന് കാരണം എന്താണ്, ഇത് കഠിന ജലമായതുകൊണ്ടാണ്, ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഈ ഹാർഡ് വാട്ടറിന് എന്തുണ്ട്, 2 തരം കാഠിന്യമുണ്ട്. ഒന്ന് സ്ഥിരമായ കാഠിന്യം, പെർമനന്റ് ഹാർഡ്നെസ്. അതെന്തുകൊണ്ടാണ്, ഈ ജലത്തിൽ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ സൾഫേറ്റോ ക്ലോറൈഡോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് തിളപ്പിച്ചാൽ എന്ത് ചെയ്യില്ല, പോവില്ല. അതിനെ പറയുന്ന പേരാണ് സ്ഥിരമായ കാഠിന്യം, പെർമനന്റ് ഹാർഡ്നെസ്. ഇനി ഈ ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്തു, ആദ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അത് ഹാർഡ് വാട്ടർ ആണ്. ഈ ഒരു വാട്ടർ നമ്മളത് ചൂടാക്കിയ സമയത്ത് എന്ത് ചെയ്തു, ഇതിൻ്റെ ഹാർഡ്നെസ് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആരുള്ളത്, ഒന്നുകിൽ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ കാർബണേറ്റോ ബൈകാർബണേറ്റോ ആണ് ഉണ്ടാവുക. ഇത്രയാണ് നമ്മളെ ക്ലാസ്. അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്തു, നമ്മൾ 2 ടോപ്പിക്കിലെ എന്താ, ഒന്ന് കഠിനജലം അല്ലെങ്കിൽ മൃദുജലം, സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ, ഈ കാര്യം പറഞ്ഞു. അതേപോലെ എന്താണ്, സ്ഥിരമായ കാഠിന്യം, താൽക്കാലിക കാഠിന്യം, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്, ഈ 2 ടോപ്പിക് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലേടാ? ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് അങ്ങനെ ഷെയർ ചെയ്ത് ചറപറ എന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തേ പോവുക. കൂട്ടുകാരോട് പറയുക, എജുപോളിൽ നല്ല അടിപൊളി സെറ്റായിട്ടുള്ള പവറോസ്കി കിഡ്ലോസ്കി ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറയാം, വിളിച്ചുകൊണ്ട് വരിക. സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. Take care. Tata, bye bye. See you.